വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഈ വ്ളോഗ് ഇടാനായിട്ട് കുറച്ച് ലേറ്റായി പോയി, സോറി. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചെന്ന് കരുതുന്നു. നമ്മളുടെ ക്രിസ്മസ് ഡേ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്തവണ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. നമ്മളുടെ കസിൻ സിസ്റ്ററിൻ്റെയും അവളുടെ ഹസ്ബൻഡിൻ്റെയും കൂടെയാണ്. അതായത് നമ്മളുടെ ടുട്രുവിൻ്റെ, നമ്മളുടെ വാവയുടെ, പരിഞ്ഞമ്മയുടെയും പരിഞ്ഞപ്പൻ്റെയും കൂടെ. അപ്പോൾ ഇത്തവണത്തെ നമ്മളുടെ ക്രിസ്മസ് നമ്മൾക്ക് സ്പെഷ്യലാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡേക്ക് കുറച്ചുകൂടി സ്പെഷ്യാലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്നല്ലേ, ഇപ്പോൾ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ്, സൈഡിൽ ഡെസേർട്ട്സ് ഒക്കെയാണ്. നമ്മളുടെ ഡെസ്റ്റിനേഷൻ്റെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ, ലവ് ലേക്സ് ദുബായ്. അടിപൊളിയല്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയുള്ള സ്ഥലം. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഓരോ ബോർഡിങ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഓരോ എന്താ പറയുക ഹാർട്ട് ഷേപ്പിലൊക്കെ ഇവരിവിടെ വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും എല്ലാം വുഡിൽ ചെയ്തിട്ടുള്ളതാണ്. അത് ഇവിടുത്തെ ഒരു വലിയൊരു സ്പെഷ്യാലിറ്റിയാണ്. ഇപ്പോൾ ഈ കാണുന്നത് എൻട്രൻസ് ആണ്. നമ്മൾക്കിനി വണ്ടി പാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് എൻട്രൻസിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ എൻട്രൻസിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ ടുട്രു പരിഞ്ഞമ്മയുടെയും പരിഞ്ഞപ്പൻ്റെയും കൂടെയാണ്. പരിഞ്ഞപ്പൻ ഓർത്തു ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന് കരുതി പോസ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. നല്ല ഭംഗിയല്ലേ, അതിൻ്റെ ഡോറൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ടോ, വുഡ് വെച്ചിട്ട് തന്നെയാണ്. ലവ് ലേക്ക്. ഇവിടെ ഒരു ലേക്കല്ല കേട്ടോ, കുറേ ലേക്സ് ഉണ്ട്. അപ്പോൾ എത്ര ഭംഗിയുള്ള സ്ഥലമാണല്ലേ. ഇങ്ങോട്ടൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് നമ്മൾക്ക് നാട്ടിലെ ഒരു ഫീലൊക്കെ കിട്ടുന്നത്. ഈ ഡെസേർട്ടിൽ ഇങ്ങനെ കുറേ ലേക്സും അതിനോട് ചേർന്നിട്ടുള്ള സറൗണ്ടിങ്സൊക്കെ ഇത്ര ഭംഗിയായിട്ട് സൂക്ഷിക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനൊക്കെ ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട്. അത്ര അവർ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതുപോലെ ഒരു സംഭവമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. നല്ല ഭംഗിയായിട്ടാണ് ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം അവർ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നവരാണെങ്കിലും അതുപോലെ തന്നെ എല്ലാം നമ്മളുടെ സറൗണ്ടിങ്സ് എല്ലാം നന്നായിട്ട് നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ മീനുകളെയൊക്കെ കണ്ടില്ലേ, വലിയ വലിയ മീനുകളാണ്, അതും പല കളറിൽ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒത്തിരി മീനുകളുണ്ട്. അതുപോലെ വെള്ളമൊക്കെ ആണെങ്കിലും നല്ല തെളിഞ്ഞ വെള്ളമാണ്. എല്ലാം നമ്മൾക്ക് വിസിബിളാണ്. അതുപോലെ അത്ര വൃത്തിയായിട്ടാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ മീനുകളൊക്കെ കണ്ടില്ലേ. മീനുകൾ മാത്രമല്ല കേട്ടോ, ഒത്തിരി ബേർഡ്സും അതുപോലെ ഒത്തിരി താറാവുകളും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു ബോട്ടിൽ നോ ഹീൽസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹീൽസ് ഒന്നും ലൗഡ് അല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവുക. പിന്നെ വേറെ ഫെസിലിറ്റീസ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂം ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾക്ക് അവിടെ ടെൻറ്റ് ചെയ്യണമെങ്കിൽ ടെൻറ്റ് ചെയ്യാം, ഫുഡ് കൊണ്ടുപോയിരുന്ന് കഴിക്കാം, അതുപോലെ ബാർബിക്യൂ ഇടണമെങ്കിൽ ഇടാം, നമ്മൾക്ക് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഫുഡ് കോർട്ട്സ്, ചെറിയ ചെറിയ ഫുഡ് സ്റ്റേഷൻസ് കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നെന്ന് എനിക്ക് തോന്നി. കാര്യം ഇത്രയും നടക്കാനുള്ളത് കൊണ്ടിട്ട്, അതും ഫസ്റ്റ് ടൈം വരുന്ന ആളാണെങ്കിൽ ഒന്നും കയ്യിൽ അങ്ങനെ കരുതിയിട്ടുണ്ടാവില്ല, എന്താണ് ഏതാണെന്ന് അറിയാതെ. അപ്പോൾ ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ ക്ഷീണിക്കുമ്പോഴത്തേക്കും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഏരിയാസ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പരിഞ്ഞപ്പൻ അവിടെ ടുട്രുവിൻ്റെയും പരിഞ്ഞമ്മയുടെയും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഫോട്ടോസ് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ ലവ് ലേക്സിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ട് നമ്മൾ തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം സന്ധ്യ സമയമായി.
അപ്പോൾ കാർമേഘമൊക്കെ ഇടയ്ക്കൊന്ന് കാർമേഘമൊക്കെ മൂടി ഒന്ന് ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റുമായിരുന്നു. ഇന്ന് വെയിൽ അറിഞ്ഞതേ ഇല്ല ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ കാർമേഘം മൂടി നിൽക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇവിടെ ലവ് ലേക്സിൽ വരുന്നത്. ഒരുപാട് എൻജോയ് ചെയ്തു. കാര്യം സീരിയസ്ലി ഞാൻ പറയുകയാണ്, നല്ലൊരു സ്ഥലമാണ്, നമുക്ക് പോയി കാണാൻ പറ്റിയൊരു സ്ഥലമാണ്, ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ലവ് ലേക്സിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് വേറെയും കുറേ ലേക്സ് ഉണ്ട്. അപ്പോൾ അവിടെ ബോട്ടിംഗ് ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഇവിടെ വന്ന് നമ്മൾക്ക് ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റി. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാര്യം ഇവിടെ കണ്ടിട്ട് തന്നെ 1 year ആയി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ക്രിസ്മസ് ഡേയുടെ ഒരു സ്പെഷ്യാലിറ്റിയും ഒക്കെ കൂടെ ആയപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പോൾ ഇതാ കണ്ടില്ലേ ലവ് ലേക്സിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ എല്ലാവരും. അപ്പോൾ നമ്മൾ ഇനി ഒന്ന് ഫ്രഷ്നപ്പായി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അജ്മാനിലെ ക്രൗൺ പാലസ് ഹോട്ടലിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രാത്രി ഇവിടെ കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണ്. പക്ഷേ ക്ഷീണം കൊണ്ട് ഞാൻ അതൊന്നും എടുക്കാൻ നിന്നില്ല. ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കുമാണ് ഞാൻ ഇവിടെ നമ്മളുടെ വിൻഡോ തുറന്നപ്പോഴത്തേക്കും ഇവിടെ നല്ലൊരു സ്വിമ്മിംഗ് പൂളും സെറ്റപ്പും ഒക്കെ ഉണ്ട്. പക്ഷേ പോകാൻ നിന്നില്ല. കാര്യം കോവിഡും കാര്യങ്ങളൊക്കെ അല്ലേ. അതുകൊണ്ടിട്ട് പിന്നെ ഞാൻ അതിന് തയ്യാറായില്ല. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് ഡേ സ്പെഷ്യൽ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ബിലേറ്റഡ് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ ബൈ. അപ്പോൾ നമ്മൾക്ക് വീണ്ടും നല്ലൊരു കിടുക്കാച്ചി വ്ളോഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഹലോ ടാറ്റ പറഞ്ഞേ. ടാറ്റ.